ഹലോ, വെൽക്കം ഓൾ. excelguru.co.in മദ്രസ പാദവാർഷിക പരീക്ഷയുമായി അനുബന്ധിച്ച് മദ്രസയിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണിത്. ഈ ഒരു ഫയൽ നിങ്ങൾ ലഭിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഫയൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു ഫയലിൻ്റെ മുകളിലുള്ള ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വേണ്ട പേര് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കാം. MIM മദ്രസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് MUM സീറ്റിംഗ് എന്നൊക്കെ രൂപത്തിൽ റീനെയിം ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഫയൽ ഓപ്പൺ ആയതിനു ശേഷം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൽ വന്നിട്ട് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, ക്ലാസ്, നെയിം, ജെൻഡർ, എക്സാം ഐ ഡി ഇവരെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. ഇതിൽ അഡ്മിഷൻ നമ്പർ നിർബന്ധമുള്ള കാര്യമില്ല, പക്ഷേ റോൾ നമ്പറും ക്ലാസ്സും നെയിമും ജെൻഡറും നിർബന്ധമായി കൊടുക്കുക. എന്നിട്ട് എക്സാം ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് വരും, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാണാൻ പറ്റും അല്ലേ, ക്ലാസ്സിൻ്റെ പേര് ആദ്യം ഉണ്ടാവുക 10, പിന്നെ ബോയ് ആണെങ്കിൽ B, പിന്നെ റോൾ നമ്പർ 1 ഉണ്ടാവും അല്ലേ. അപ്പോൾ 10G 15 ആണെന്നുണ്ടെങ്കിൽ 10 ക്ലാസ്സിലെ പെൺകുട്ടിയാണ്, 15 നമ്പറാണ്, റോൾ നമ്പറാണ് അവിടെ കാണിക്കുക. ഈ രൂപത്തിൽ നമുക്ക് ഈ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം ഫീഡ് ചെയ്യാം. അതിനുശേഷം ഹോൾ 1 വരിക. ശ്രദ്ധിക്കുക, നിങ്ങളെ മദ്രസയിൽ അല്ലെങ്കിൽ സ്കൂളിൽ എത്ര ഹോളാണുള്ളത്, അത്ര ഹോള് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീനെയിം ചെയ്യുക, ഹാൾ 2 എന്നാക്കുക. ഓക്കെ, ഹാൾ 2 എന്നാക്കുക. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് റീനെയിം ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഹാൾ 2 മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാൾ 2 എന്നാക്കാം. ഹാൾ 2 ഇനി 2 സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൾ 2 സെക്ഷൻ 1, ഹാൾ 2 സെക്ഷൻ 2 എന്നൊക്കെ ആക്കുക അല്ലേ. ഹാൾ 1 ഉദാഹരണം പറയാം, ഹാൾ 1 ഒരു 7 മുതൽ 6:30 മുതൽ 7 ഒരു സെക്ഷനും, പിന്നെ 8:30 മുതൽ 9 ഒരു മറ്റൊരു സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൾ 2 S1 അല്ലേ. അപ്പോൾ ഹാൾ 1 റീനെയിം ചെയ്യാം, ഹാൾ 1 S1 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, റീനെയിം കൊടുക്കാം. എന്നിട്ട് ഹാൾ 1 S2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് സെക്ഷൻ 2 എന്നുള്ളത് S2 എന്നാക്കിയാൽ മതി. ഇവിടെ വന്നിട്ട് S2 നോക്കാം. ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, ആദ്യം ഈ ഷീറ്റ് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ വരിക ഹാൾ 1 വന്നിട്ട് നമ്മുടെ മദ്രസയിൽ എത്ര ബെഞ്ച് ഡെസ്കാണുള്ളത് കൃത്യമായിട്ട് നമ്മൾ എണ്ണം എടുക്കണം. എന്നിട്ട് ഈ ഹാൾ 1 എത്ര ഡെസ്ക് ബെഞ്ച് വേണം ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ മാക്സിമം 20 ഡെസ്ക് വരെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒരു 10 ഡെസ്ക്കാണ് ഇടുന്നത് അല്ലെങ്കിൽ 8 ഡെസ്ക്കാണ് ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിയുള്ളത് ഈ 9 മുതൽ ഇതുവരെയുള്ള എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ കാണാൻ വൃത്തിക്കുവാണെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ രൂപത്തിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. യെസ്, എന്നിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ഒരു ഡെസ്കിന്മേൽ എത്ര വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എത്ര വിദ്യാർത്ഥിനികളെ ഇരുത്തുന്നുണ്ട് എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് 2 വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ 2 ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ക്ലിയർ ആദ്യം അടിക്കുക. ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ബോർഡർ ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. റിമൂവ് ചെയ്യാം. ഈ രൂപത്തിൽ എന്ത് ചെയ്യും, നമ്മൾ 2 രൂപത്തിൽ എന്ത് ചെയ്യുക, സാധാരണ സെറ്റ് ചെയ്യുക. ഈ ഒരു ഫയൽ സെറ്റ് ചെയ്യാം. ഓക്കെ, താഴെ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ താഴെ ബോർഡർ എന്ത് ചെയ്യുക, കൊടുക്കുക, ബോർഡർ. ഓക്കെ, ഈ രൂപത്തിൽ ഇവിടെ എന്ത് ചെയ്യുക, ബോർഡർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമ്മൾ ID അടിച്ചു കൊടുക്കും അല്ലേ. 10ാം ക്ലാസ്സിൽ ബോയ്സ് 1, 10ാം ക്ലാസ്സിൽ ബോയ്സ് 2. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഹാളും സെറ്റ് ചെയ്യാൻ പറ്റും. B4 ഈ രൂപത്തിൽ ബാക്കി ഇവിടെ കൊടുക്കാം. എത്രയാണോ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആവർത്തിച്ചാൽ 10ാം ക്ലാസ്സിൽ ആവർത്തിച്ച റെഡിൽ നമുക്ക് കാണാൻ പറ്റും, ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്കാണ്. ഒരു കുട്ടി 2 വട്ടം വന്നാൽ മിസ്റ്റേക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ള കാര്യം, പിന്നെ ഒരു ഷീറ്റിൽ ആവർത്തിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത ഷീറ്റിൽ ഹാൾ 2 ആവർത്തിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ B3 ആക്കിയാലും
കാരണം ഡ്യൂപ്ലിക്കേറ്റ് വന്നു അല്ലേ, ഇനി B6 ആണ് വേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് പിന്നെ STD10 എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്തു ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ STD 6 കുട്ടികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാൾ 1 സെക്ഷൻ 1 പിന്നെ 10ാം ക്ലാസ്സിലെ 6 കുട്ടികളുള്ളത് അല്ലേ. ഇനി ഹാളിൽ 12 ബാക്കി കുട്ടികൾ എന്താ ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് എന്നിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ടും പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ പ്രിൻ്റ് എടുത്തിട്ടോ ഗ്രൂപ്പിലൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കുട്ടികൾക്ക് ഒട്ടിച്ച് കുട്ടികൾ കാണിക്കുന്ന രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് മദ്രസയിലെ മുഴുവൻ കുട്ടികളുടെയും മദ്രസ അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ പരീക്ഷ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റും. ഇത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തൊരു ഫയലാണ്, ഓർമ്മിക്കണം. ഇത് കമ്പ്യൂട്ടറിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫയലുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് മൊബൈൽ ഫോണിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ഇങ്ങനെ എല്ലാ ഹാളും സെറ്റ് ചെയ്താൽ നമുക്ക് ഓരോ ഹാളിൽ എത്ര ഉണ്ട് എന്ന് കണക്കാക്കി കിട്ടും. എന്നിട്ട് അത് ജസ്റ്റ് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതിയാവും. നമുക്ക് കൃത്യമായിട്ട് പിന്നെ 10ാം ക്ലാസ്സിൽ 6 വരെ ഉള്ളത് പിന്നെ ഹാൾ 1 എന്നുള്ളത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് നമ്മളിവിടെ സെക്ഷൻ എന്നുള്ളൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് സെക്ഷൻ 1 ടൈം കൊടുക്കാം. അപ്പോൾ 7:06 മുതൽ പിന്നെ 7:30 വരെയാണ്, മറ്റേ 7 മുതൽ 8:30 വരെയാണ്, പിന്നെ 8:30 മുതൽ 9 വരെ സെക്ഷൻ 3 സെക്ഷനായി വേണമെങ്കിൽ കൊടുക്കാം. ഈ സെക്ഷനിൽ ഓരോ സെക്ഷൻ ഏതൊക്കെ ക്ലാസ്സുകളാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഇത് ഡ്രൈവിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓർമ്മപ്പെടുത്തുകയാണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ഇത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, നമ്മൾ എക്സാം ID ഉപയോഗിച്ച നമ്പർ, ഈ നമ്പർ ഈ ഒരു കുട്ടികൾക്ക് കൊടുത്ത ഹാള് ഇവിടെയുള്ള നമ്പർ ഉണ്ടല്ലോ 10B2 എന്നുള്ള നമ്പർ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ പേപ്പറിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് വളരെ വൃത്തിയായിട്ട് 24 സ്റ്റിക്കർ പേപ്പർ ഉണ്ട്, 24 സ്റ്റിക്കേഴ്സ് വരുന്ന 24 എണ്ണം പറിച്ച് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ പേപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ച് നമ്മൾ പ്രിൻ്ററിലിട്ട് പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പ്രിൻ്ററിൽ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ബെഞ്ചിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഒട്ടിക്കാനും പരീക്ഷ വളരെ വിജയകരമായി അല്ലെങ്കിൽ വളരെ മനോഹരമായി നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സൽക്ക് ഒരു ഷെയർ ചെയ്യുന്ന ഒരു ഫയലാണിത്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ആവശ്യമുള്ള മറ്റു അധ്യാപകരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.